ഈ വെള്ളത്തിൽ നിന്ന് മീനെടുത്ത് മാറ്റുമ്പോൾ മീൻ ശ്വാസം മുട്ടുന്ന കണക്ക്, മണ്ണിൽ നിന്ന് ഇങ്ങനെ ചെടി പറിച്ചെടുക്കുമ്പോൾ ചെടി ഉണങ്ങിപ്പോകുന്ന കണക്ക്, ആ ചൈതന്യത്തിൽ നിന്ന്, അവൻ്റെ പ്രേമത്തിൽ നിന്നൊക്കെ അകന്നു പോകുമ്പോൾ നമ്മൾ ഇത്രയും ശ്വാസം മുട്ടുന്നതും ഇങ്ങനെ നമ്മൾ വരണ്ടു പോകുന്നു. നമ്മൾ ജീവിച്ചു തീർക്കുന്ന ഒരു 40-40 വർഷം മാത്രമല്ല നമ്മളന്ന് പിടുത്തം കിട്ടുമ്പോൾ, ആ വിസ്മയത്തിൻ്റെ പേരാണ് ഈ കവിഞ്ഞൊഴുകുന്ന ഒരു അനന്തത എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ആരംഭം തൊട്ട് അവൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഒരു കോളത്തിലേക്കും അയാൾ ചുരുങ്ങുന്നില്ല. ശരീരത്തിലായിരിക്കുക, ആ ശരീരത്തിലായിരിക്കുമ്പോൾ അനന്തതയുടെ ഭാഗമാണ് തിരിച്ചറിയുക. ഒരുപക്ഷെ ഇതായിരിക്കണം ഉടനീളം സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന 2 പദങ്ങൾ കൊണ്ടുള്ള അർത്ഥം. ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. മറ്റൊരു വർഷം ആരംഭിച്ചു. പിറവി തിരുനാളൊക്കെ കഴിഞ്ഞു പോയി. ഈ പിറവി തിരുനാളിൻ്റെ പശ്ചാത്തലം ആ ദിവസങ്ങളിൽ എനിക്കൊരു മെഡിറ്റേഷൻ്റെ വിചാരമായിരുന്നു. ഇങ്ങനെ കനേഷുമാരുടെ പശ്ചാത്തലത്തിലാണ് യേശുവിൻ്റെ തളർപ്പ്. അങ്ങനെയാണ് ലൂക്ക അതിനെ അടയാളപ്പെടുത്തുന്നത്. കൗതുകരമായൊരു കാര്യം, ദൈവം അരുതെന്നാവശ്യപ്പെട്ടൊരു കാര്യമായിരുന്നു ഈ ജനസംഖ്യ നിർണയം, നമ്മുടെ ഭാഷയിലെ സെൻസസ്. ആരംഭത്തിൽ എവിടെയോ മോശയോടൊക്കെ ആൾക്കൂട്ടത്തിന് എണ്ണമെടുക്കാനായിട്ട് പറയുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ പൊതുവെ ഈ മനുഷ്യനെ തിട്ടപ്പെടുത്തുക എന്നൊരു കാര്യത്തിനെതിരായിരുന്നു ദൈവത്തിൻ്റെ മനോഭാവം. ദാവീദിനോട് ഇത് കാറ്റഗോറിക്കലായിട്ട് പറയുന്നുണ്ട്, നീ ഇത് ചെയ്തുകൂടാ. ദൈവം എന്തുകൊണ്ടായിരിക്കണം ഈ മനുഷ്യരെ എണ്ണിത്തിട്ടപ്പെടുത്തതെന്ന് ഇത്ര ശഠിക്കുന്നത്? അനവധിയായ വിസ്തീർണങ്ങൾ, എക്സൈറ്റിക്കലായ കാരണങ്ങളൊക്കെ കുറച്ച് വായിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഇങ്ങനെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയൊരു കുഞ്ഞു കാര്യം, ലളിതമായൊരു കാര്യം ഇതാണ്: ഒരു കോളത്തിലും ചുരുങ്ങുന്നതല്ല മനുഷ്യൻ. ഈ വാൾട്ട്മാൻ എന്ന കവിയൊക്കെ പറയുന്ന കണക്ക്, യു ആർ ലാർജ്, യു കണ്ടെയ്ൻ മൾട്ടിറ്റ്യൂഡ്സ്. നിങ്ങൾ കാണുന്ന നിങ്ങളല്ല, അത് വെറുതെ ഒരു വെസൽ മാത്രമാണ്. ആ വെസലിനകത്ത് അനവധിയായ ചില സാധ്യതകളുണ്ട്. യു കണ്ടെയ്ൻ മൾട്ടിറ്റ്യൂഡ്സ്. അത് പിടുത്തം കിട്ടിയ ഒരാൾ ദൈവം തന്നെയായിരിക്കും. കാരണം ദൈവത്തിൻ്റെ ആ സത്തയിൽ നിന്നാണ് നമ്മുടെ തളിർപ്പ്, നമ്മുടെ പൊടിപ്പ്. സൃഷ്ടിയുടെയൊക്കെ ആ ഒരു വിശദീകരണം എടുത്ത് വായിക്കുമ്പോൾ എന്ത് ഭംഗിയുള്ള കവിതയത്. ജലത്തോട് പറഞ്ഞു ജലജീവികളെ സൃഷ്ടിക്കുക, മത്സ്യങ്ങളുണ്ടായി. മണ്ണിനോട് പറഞ്ഞു ഹരിതപ്രപഞ്ചം സൃഷ്ടിക്കുക, ഭൂമിയിൽ തളിർപ്പുകളുണ്ടായി. എന്നാൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മാത്രം പറയുന്നത്, ദൈവം തന്നോട് തന്നെ പറഞ്ഞു നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം. അതുകൊണ്ടാണ് ഈ വെള്ളത്തിൽ നിന്ന് മീനെടുത്ത് മാറ്റുമ്പോൾ മീൻ ശ്വാസം മുട്ടുന്ന കണക്ക്, മണ്ണിൽ നിന്ന് ഇങ്ങനെ ചെടി പറിച്ചെടുക്കുമ്പോൾ ചെടി വരണ്ടു പോകുന്ന കണക്ക്, ഉണങ്ങിപ്പോകുന്ന കണക്ക്, ആ ചൈതന്യത്തിൽ നിന്ന്, അവൻ്റെ പ്രേമത്തിൽ നിന്നൊക്കെ അകന്നു പോകുമ്പോൾ നമ്മൾ ഇത്രയും ശ്വാസം മുട്ടുന്നതും ഇങ്ങനെ നമ്മൾ വരണ്ടു പോകുന്നു. അപ്പം അത്തരൊരു സത്തയിൽ നിന്ന് നമ്മൾ തളർത്തത്. ദൈവത്തിൻ്റെ സത്ത എന്ന് പറയുന്നത് ഈ കവിഞ്ഞൊഴുകുക എന്നുള്ള സത്ത, അപാരതയാണ് ആ സത്ത. ആ അപാരതയുടെ ഒരു മിനിയേച്ചറായിട്ടാണ് ഓരോ മനുഷ്യൻ്റെയും നിലനിൽപ്പ്. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ യേശു പറയുന്നില്ല, അബ്രഹാത്തേക്കാൾ മുമ്പേ ഞാനുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കേൾവിക്കാർ പറയുകയാണ്, നിനക്ക് 40 വർഷം പോലും ആയിട്ടില്ല, 40 വയസ്സ് പോലും ആയിട്ടില്ല, എന്നിട്ട് നീ പറയുന്നു അബ്രഹാത്തേക്കാൾ മുമ്പേ ഞാനുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും യേശു അവർക്ക് നൽകുന്നൊരു പുഞ്ചിരിയുണ്ട്. അവരോട് എന്ത് പറയാനാ? അവർ വിചാരിക്കുന്നു അവരുടെ മുമ്പിൽ ഈ മനുഷ്യൻ ജീവിച്ചു തീർത്ത ജീവിതം മാത്രമാണ് അയാളെന്ന്. എത്രയോ അതിനു മുമ്പ്, നമ്മുടെ മുമ്പിൽ ജീവിച്ച് തീർക്കുന്ന ഈ ജീവിതത്തിന് എത്രയോ മുമ്പേ അവിടെ നിന്നുണ്ടായിരുന്നു. നമ്മുടെ മുമ്പിൽ അയാൾ കണ്ണടഞ്ഞ് പോകുമ്പോഴും അതിനുശേഷം അയാളുണ്ടായിരിക്കും. ഇത് വാസ്തവത്തിൽ ഓരോ മനുഷ്യനും പറയാവുന്നൊരു കാര്യമാണ്. അബ്രഹാത്തേക്കാൾ മുമ്പേ ഞാനുണ്ടായിരുന്നു. ഭാരതത്തിൽ ഈ നദികളൊക്കെ എങ്ങനെയാണ് പുണ്യനദികളായിട്ട് സങ്കല്പിക്കപ്പെടുന്നത്? നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ മുമ്പിലൂടെ ഒഴുകുന്ന ഒരു ജലരാശി മാത്രമാണ് ഈ നദിയുടെ അളവ്, ഈ നദിയുടെ ദൈർഘ്യം, അതിൻ്റെ നീളം എന്നൊക്കെ. എന്നാൽ ഭാരതം വിചാരിക്കുന്നത് ഈ നദി അപാരതയിൽ എവിടെ നിന്ന് ഭൂമിയിലേക്ക് പതിക്കുന്ന, ആകാശഗംഗ എന്നൊക്കെ പറയുന്ന പദങ്ങളൊക്കെ വരുന്നത് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ്. ഈ അനന്തതയിൽ നിന്ന് തളർക്കുന്ന ഒന്നാണ്. എന്നിട്ടോ നമ്മുടെ മുമ്പിൽ ഏതാനും കിലോമീറ്റർ അത് ഒഴുകിപ്പോകുന്നത് മാത്രമേ ഉള്ളൂ. അത് മടങ്ങിപ്പോകുന്നു അവിടേക്ക് തന്നെ. അപ്പോൾ ഈ തൊട്ടു മുമ്പിൽ ഒഴുകുന്ന നദി മാത്രമല്ല നദിയെന്ന് പിടുത്തം കിട്ടുമ്പോൾ, നമ്മൾ ജീവിച്ചു തീർക്കുന്ന ഒരു 40-40 വർഷം മാത്രമല്ല നമ്മളെന്ന് പിടുത്തം കിട്ടുമ്പോൾ, ആ വിസ്മയത്തിൻ്റെ പേരാണ് ഈ കവിഞ്ഞൊഴുകുന്ന ഒരു അനന്തത എന്ന് പറയുന്നത്.
അത് മനുഷ്യൻ്റെ ആരംഭം തൊട്ട് അവൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഒരു കോളത്തിലേക്ക് അയാൾ ചുരുങ്ങുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഈ കോളം എന്നൊക്കെ പറയുന്നത് എന്തൊരു ഫലിതമാണ് കുട്ടികളുടെ ഭാഷയിൽ. തൊട്ട് മുമ്പത്തെ കാലം വരെ ഒരു ഫോം നിങ്ങൾക്ക് പൂരിപ്പിക്കേണ്ടി വരുമ്പോൾ രണ്ട് കോളേ ഉള്ളൂ, 2 ബോക്സാണ്. ഏതെങ്കിലും ഒരു ബോക്സിൽ നിങ്ങൾക്ക് ടിക്ക് ചെയ്യേണ്ടതായിട്ട് വരും, ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ. അന്നും ഈ നാട്ടിൽ ഈ 3rd ജെൻഡർ ഉണ്ടായിരുന്നു. എണ്ണത്തിൽ ചെറുതായത് കൊണ്ടും നമ്മുടെ കൺമുമ്പിൽ അധികം പ്രത്യക്ഷപ്പെടാത്തത് കൊണ്ടും അവരൊരു കണക്കിലും വേണ്ടെന്ന് നമ്മളങ്ങ് തീരുമാനിക്കുകയായിരുന്നു. 3rd ജെൻഡറിൻ്റെയൊക്കെ സ്റ്റോറിക്ക് ബൈബിളിനോളം പഴക്കമുണ്ട്. എന്നിട്ടും ഒരു കോളത്തിൽ അവരില്ലല്ലോ. നമുക്ക് പോലും പരമാവധി ഇപ്പോൾ അറിയാവുന്നത് 3 കോളം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പൊതുവെ ഗവൺമെൻറ് ഡോക്യുമെൻറ്റിലൊക്കെ 3 കോളം ഉണ്ടെന്ന് വിചാരിക്കുന്നു. എന്നാൽ നമ്മുടെ കുട്ടികളെ ഓർത്ത് നോക്കൂ, അവരതിനകത്തൊരു 5 വാക്കുകളെങ്കിലും എഴുതും. 5 ഫിസിക്കൽ ഓറിയൻറ്റേഷനുള്ള തരം മനുഷ്യർ അവർ എക്സ്ട്രാ ആയിട്ട് ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കും. എന്നിട്ടും ഇനിയും അത്തരം പ്രത്യേകതയുള്ള മനുഷ്യരുണ്ടായേക്കുമെന്നൊക്കെ ഓർത്തിട്ട് അവർ പ്ലസ് കൂടി ഇടും. മനുഷ്യർ ഏത് കോളത്തിലാണ് ഒതുങ്ങുന്നത്? ഏത് ദേശത്തിലാണ് ഒതുങ്ങുന്നത്? അടുത്തിടെ കേരളത്തിൽ ഒരുപക്ഷെ അത്രയും ചർച്ച ചെയ്യപ്പെടാതെ പോയ വളരെ വലിയൊരു ദുഃഖകരമായൊരു കാര്യമുണ്ടായി. ഒരു മനുഷ്യൻ്റെ പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ അയാളെ ഈ വളരെയേറെ മനുഷ്യർക്ക് വേണ്ടി ചിന്തിക്കുന്ന കരുതുന്ന, വളരെയേറെ പ്രോലറ്റേറിയൻ എന്ന് കരുതുന്ന ഈ നാട്ടിൽപ്പെട്ട മനുഷ്യരെ അയാളെ ഇങ്ങനെ കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും നമ്മുടെ ഒരു വിഷയമായിട്ട് മാറുന്നില്ല. അയാളുടെ ദേശമാണ് പ്രശ്നം. ഏത് ദേശത്തിൻ്റെതാണെന്ന് നിങ്ങൾ കരുതുന്നത്? ഒരു പാതിരാത്രിയിൽ ഈ ദേശം വിഭജിക്കപ്പെട്ടു. അതോടുകൂടി ഇങ്ങനെ ഒരേ കുടുംബത്തിൽ പാർക്കുന്ന 2 പേര് 2 ദേശങ്ങളിലൊക്കെ ആയ കഥയൊന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഭാരതത്തിൻ്റെയൊക്കെ ആ ഒരു സ്വാതന്ത്ര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ ആരാ നിർണ്ണയിക്കുന്നത്? അപ്പോൾ ഒരു കോളത്തിലും ഒതുങ്ങാത്ത ഒന്നായിട്ട് മനുഷ്യനെ പിടുത്തം കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു വിസ്മയമുണ്ട്. ആ മഹാത്ഭുതത്തെ നിങ്ങൾ ടൈപ്പർ ചെയ്യുന്ന രീതിയുടെ പേരാണ് എല്ലാ കണക്കെടുപ്പുകളും. എങ്ങനെ ഈ സെൻസസ് ആരംഭിച്ചെന്നൊക്കെ ഓർത്താൽ നല്ലതാണ്. ഇതൊരു BC 570 ആദ്യത്തെ രേഖപ്പെടുത്തിയിരിക്കുന്ന സെൻസസ്. അത് ഈജിപ്തിലാണ് നടന്നത്. അവിടെ നിന്നത് ഈ പറഞ്ഞ പേർഷ്യയിലേക്ക് പോയി, ഇപ്പോഴത്തെ ഇറാനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നീട് റോമാക്കാരിലേക്ക് എത്തുന്നു. 5 വർഷത്തിനിടയിലുള്ള സെൻസസൊക്കെ വാസ്തവത്തിൽ റോമിൽ നിന്ന് രൂപപ്പെട്ടൊരു സങ്കല്പമാണ്. ഒക്കെ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രമായിരുന്നു ഈ പുരാതന കാലത്ത് സെൻസസ് എന്ന് പറയുന്നത്. അതിങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഈ ടാക്സ് പേ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കണ്ടെത്തുക, മിലിറ്ററിക്ക് വേണ്ടിയുള്ള ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ഈ ആളെ എണ്ണി തരപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ കണ്ടെത്തിയ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ആർക്കൊക്കെ നികുതി കൊടുക്കാൻ പറ്റും, ആരൊക്കെ നികുതി അടക്കുന്നുണ്ട്, ഒരു യുദ്ധം വരുമ്പോൾ ആരൊക്കെ നമുക്ക് യുദ്ധത്തിന് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതായിരുന്നു ഇതിൻ്റെ മാനദണ്ഡം. മനുഷ്യനെ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്ന ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമെന്ന നിലയിലായിരിക്കണം ഈ വേദപുസ്തകം ഈ പറഞ്ഞ കാര്യത്തെ നിരസിക്കുന്നത്, തള്ളിപ്പറയുന്നത്. ദാവീദിനോട് ശഠിക്കുകയാണ് ദൈവം, ഇങ്ങനെ നീ ഒരിക്കലും ഈ സെൻസ് എടുത്തുകൂടാ. അതിൻ്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ പിന്നെ ദാവീദ് അനുഭവിക്കുന്നതൊക്കെ ആയിട്ട് വേദപുസ്തകം പറയുന്നുണ്ട്. ഒരു കാര്യം ഓർത്താൻ നല്ലതായിരിക്കും, ഈ നാസി ഭരണകൂടത്തിൻ്റെയൊക്കെ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ യഹൂദരെ കണ്ടെത്തിയിരിക്കുന്നത് ഈ പറഞ്ഞ സെൻസസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ്. എവിടെയാണ് അവർ ഏറ്റവും കൂടുതൽ പാർക്കുന്നത്, എവിടെയാണ് ഇവർ ശ്വാസം മുട്ടിച്ച് കൊല്ലേണ്ടതെന്നും എവിടെയായി മനുഷ്യരെ കടത്തിക്കൊണ്ടു പോകണമെന്നൊക്കെ നിശ്ചയിക്കുന്നത് ഈ പറഞ്ഞ ഈ ജനസംഖ്യാ കണക്കെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ്. അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഡോക്യുമെൻ്റ്. ഇന്നത്തെ കാലത്ത് ഒരു പോപ്പ് പല കാര്യങ്ങൾക്കകത്തും ഇത്തരം ഒരു ഹിംസയോട് ഇങ്ങനെ അപകടകരമായ നിശബ്ദത പുലർത്തിയെന്ന ആരോപണം നേരിടുമ്പോഴും സഭയുടെ പരമാധ്യക്ഷൻ അന്നത്തെ പോപ്പ് ജർമ്മനിലൊക്കെ ഉള്ള തൻ്റെ വൈദികർക്ക് രഹസ്യ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഏതെങ്കിലും ഒരാൾ വന്നിട്ട്, ഒരു ജൂ വന്നിട്ട് അയാളൊരു ക്രിസ്ത്യനാണ് അല്ലെങ്കിൽ കാത്തലിക് ആണെന്ന് ഒരു ഡോക്യുമെൻ്റ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളത് അയാൾക്ക് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പിൻബലത്തിൽ ജീവൻ രക്ഷിച്ചെടുത്ത മനുഷ്യരുടെ കഥകളൊക്കെ ഉണ്ട് ഈ വലിയ ഹിംസയുടെ ഓർമ്മകൾക്കിടയിൽ. അപ്പോൾ മനുഷ്യനെന്ന് പറയുന്ന ഒരു കളം എന്തൊരു സാധ്യതയാണ്. ഇതേ കാനേഷ്യന്മാരുടെ പശ്ചാത്തലത്തിലാണ് യേശുവിൻ്റെ പിറവിയെന്ന് നമ്മൾ ആരംഭത്തിൽ സൂചിപ്പിച്ചു. എന്തുകൊണ്ടായിരിക്കും അത്? ദ വേർഡ് ബിക്കെയിം ഫ്ലഷ്. അങ്ങനെയാണല്ലോ മനുഷ്യാവതാര രഹസ്യം നമ്മൾ വായിച്ചെടുക്കുന്നത്. വാക്ക് ശരീരമാകുന്നു. ഈ അനന്തത, അപാരത,
നമുക്ക് തൊടാവുന്ന വിധത്തിൽ ഒരു ചെറിയ ഇടത്തിലേക്ക് ചുരുങ്ങുന്നൊരു പ്രക്രിയ ഉണ്ട്. അതിന് വിളിക്കുന്ന വാക്കാണ് ജീവിതം. അതിനകത്ത് ഒരിക്കൽ ഇൻഫിനിറ്റി എന്ന് നമ്മൾ വിചാരിച്ച പല കാര്യങ്ങളും ഫൈനൈറ്റാണ്. നമുക്ക് വയസ്സാകുന്നു, നമുക്ക് രോഗം വരുന്നു, നമുക്ക് ദുഃഖം വരുന്നു, നമുക്ക് ക്ഷീണം വരുന്നു, നമുക്ക് അലച്ചിലുണ്ടാവുന്നു. അല്ലാത്ത ഒരു കാര്യമായി ഇങ്ങനെ ശരീരത്തിലായിരിക്കുക എന്ന് പറയുന്നത്. ശരീരത്തിലായിരിക്കുക എന്ന് പറഞ്ഞൊരു കാര്യത്തെ നിശ്ചയമായിട്ടും രേഖപ്പെടുത്തി വരുമ്പോൾ എല്ലാത്തരം പരിമിതികളെക്കുറിച്ചുള്ള സൂചന അതിൻ്റെ പശ്ചാത്തലത്തിലുണ്ടാവണം. അത്ര ശരീരത്തിലായിരിക്കുന്നതിൻ്റെ ഒരു പരിമിതിയാണ് ഒരു ദേശത്തിൻ്റേതായിരിക്കുക, ഒരു ഭാഷയുടേതായിരിക്കുക, ഒരു വിശ്വാസ സംഹിതയുടേതായിരിക്കുക എന്നുള്ളത്. ദ വേർഡ് ബിക്കെയിം ഫ്ലഷ്. അപാരത ഇങ്ങനെ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യ ശരീരമായെന്ന് പറയുന്ന ആ ഒരു ഇൻറ്റിമേറ്റായൊരു പുതിയ സുവിശേഷം ആരംഭിക്കാൻ പോവുകയാണ്. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് യോഹന്നാൻ ഇങ്ങനെ എഴുതി വെക്കും: ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി സൺ. അത്രമേൽ സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ മകനെ അവൻ നമുക്ക് നൽകിയെന്ന് പറയുമ്പോൾ അതിങ്ങനെ ശരീരത്തിലെ നിലനിൽപ്പ് തന്നെ. അതോടുകൂടി യേശു ഒരു കടപ്പുറത്തിൻ്റെതാവുന്നു, ഒരു പ്രത്യേക മതസമ്പ്രദായത്തിൻ്റെതാവുന്നു. പക്ഷെ ഇതിലൊക്കെ ആയിരിക്കുമ്പോഴും ഇതിനകത്ത് ഉൾക്കൊള്ളാനാവാത്ത വിധത്തിൽ വലിപ്പമുള്ള ഒരാളാണത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ദേവാലയത്തേക്കാൾ വലുതാണ് ഞാൻ. മനുഷ്യരുടെ ആരാധനയും അവരുടെ ദൈവാന്വേഷണവും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ തന്നെയാണ്. പക്ഷെ അതിനൊക്കെ മീതെയായിട്ടാണ് അവിടുത്തെ നിലനിൽപ്പ്. ഒരേ നേരത്ത് ശരീരത്തിലായിരിക്കുക, ആ ശരീരത്തിലായിരിക്കുമ്പോൾ അനന്തതയുടെ ഭാഗമാണ് തിരിച്ചറിയുക. ഒരുപക്ഷെ ഇതായിരിക്കണം ഉടനീളം സുവിശേഷം നമ്മൾ വായിക്കുന്ന 2 പദങ്ങൾ കൊണ്ടുള്ള അർത്ഥം. ചിലപ്പോൾ യേശു പറയും മനുഷ്യപുത്രനാണ്, സൺ ഓഫ് മാൻ. ചിലപ്പോൾ ആ ദൈവമകനാണെന്നുള്ളതിൻ്റെ ധ്വനികൾ വരുന്നു. എവിടെയാണ് നിങ്ങളുടെ ശരിക്കുമുള്ള നിലനിൽപ്പ്? ശരിക്കുള്ള നിലനിൽപ്പ് ഇതിനിടയിൽ എവിടെയാണ്? ഈ ചക്രവാളം കണക്കാണ്. സ്പിരിച്വാലിറ്റിയെക്കുറിച്ചുള്ളൊരു പഴയ ഒരു സംഭാഷണത്തിൽ കേട്ടത് കണക്ക്, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഈ ഹൊറൈസൺ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മളിങ്ങനെ കടൽത്തീരത്തൊക്കെ നിൽക്കുമ്പോഴേക്കും നമ്മളൊരു മീറ്റിംഗ് പോയിൻ്റ് കാണുന്നുണ്ട്, മെൽറ്റിംഗ് പോയിൻ്റ് കാണുന്നുണ്ട്. ഇങ്ങനെ ആകാശവും ഈ ഭൂമിയും തമ്മിൽ ഇങ്ങനെ ഒരുമിച്ച് ചേരുന്ന, ബ്ലെൻഡ് ചെയ്യുന്നൊരിടം. അതിനെ വിളിക്കുന്ന വാക്കാണ് ഈ ചക്രവാളം എന്ന് പറയുന്നത്. അവനവൻ്റെ പ്രാണനിൽ ആ ചക്രവാളത്തെ തിരിച്ചറിയുന്നത്. നേരത്തെ പറഞ്ഞ കണക്ക് ഇങ്ങനെ അപാരതയും ഈ പറഞ്ഞ ഫൈനൈറ്റ്നെസ്, ഈ പറഞ്ഞ ഈ ശരീരത്തെയും കൂടി തിരിച്ചറിയുന്ന ഒരു പ്രക്രിയയാണ് ജീവിതം എന്ന് പറയുന്നത്. അത്തരം ധ്വനിയിലാണ് ഒരുപക്ഷെ സുവിശേഷം ആരംഭിക്കേണ്ടത്. പിന്നെ പുതിയൊരു ലോകവീക്ഷണം കൂടി ആരംഭിക്കുകയാണ്. എന്താണത്? ലോകമെമ്പാടുമുള്ള ഈ മനുഷ്യരുടെ സെൻസസ് നടക്കുന്നൊക്കെ പറയുമ്പോൾ, ലോകമെന്ന് പറയുമ്പോഴേക്കും റോം കീഴ്പ്പെടുത്തിയ ഒരു ദേശത്തെയാണ് ഈ ലോകം കൊണ്ട് ഈ ഒരു പുതിയ നിയമത്തിലൊക്കെ അർത്ഥമാക്കുന്നത്. റോം എത്തിയിരിക്കുന്ന ഇടങ്ങളാണ്. പക്ഷെ ഒരു പുതിയ ലോകവീക്ഷണം, പലസ്തീൻ എന്ന് പറയുന്ന ഒരു കടലോര ഗ്രാമത്തിൽ നിന്ന് ഒരു പുതിയ ലോകവീക്ഷണം രൂപപ്പെടാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ധ്വനികളൊക്കെ ഈ പറഞ്ഞ സെൻസസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടെന്നാണ് നമ്മളോട് പറയുന്നത്. ഒരു പുതിയ ലോകവീക്ഷണം ആരംഭിക്കുക, എല്ലാ ജനതകൾക്ക് വേണ്ടിയുള്ള സന്തോഷം എന്നാണ് ഈ മാലാഖമാർ ഇടയന്മാരോട് പറയുന്നത്. ആ ഇടയന്മാർ ഓർത്തോളണം, ഒരു സെൻസസിലും പെടാത്ത മനുഷ്യൻ, അത്രയും ഭയത്തിലും അത്രയും അലച്ചിലുമൊക്കെ ജീവിക്കുന്ന മനുഷ്യരാണ്. ഇനി തേടി വരുന്ന ജ്ഞാനികളെന്ന് പറയുന്നതോ അവരൊരു ദേശത്തിൻ്റെ ഒരു ഇടമല്ല. ഇപ്പോൾ ചുരുക്കത്തിൽ ഈ സെൻസസിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടുന്ന് പിറക്കുമ്പോൾ പോലും ഒരു ഇത്തരം നിർണയത്തിലും ഒരു കളത്തിലും ഒരു കാലത്തും അടയാളപ്പെടുത്താതെ പോകുന്ന അലഞ്ഞു കിടക്കുന്ന മനുഷ്യരും ജ്ഞാനികളും ഇടയന്മാരും ഒക്കെയാണ് അവൻ്റെ തോതിന് കാതോർക്കുന്നത്. അവർക്കൊക്കെ ഒരു പുതിയ ലോകവീക്ഷണം കൊടുക്കുകയാണ്. ലോകത്തിൻ്റെ സന്തോഷം എന്നാണ് പറയുന്നത്. എല്ലായിടത്തും മനുഷ്യർക്ക് സന്തോഷം തരുന്ന ഒരു വാക്കല്ലേ യേശു എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, യേശുവൊക്കെ നമ്മുടെ ഒരു ഭൂമിയുടെ ഒരു ഓർമ്മയിലില്ലായിരുന്നെങ്കിൽ ലോകം എത്ര ദരിദ്രമായി പോയേനെ. ചിലപ്പോൾ ചില കുടുംബ പ്രാർത്ഥനയിലൊക്കെ ഇങ്ങനെ കൈകോർത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഞങ്ങൾക്കിടയിൽ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് അധികം രൂപപ്പെടുന്നുണ്ട്. ചിലപ്പോൾ ഇത്തിരി ഒന്ന് ബുദ്ധിമുട്ടിലാക്കുന്നൊരു കാര്യം ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഈ കൈകോർത്തിരിക്കുന്നവരോട് പെട്ടെന്ന് കൈവിടാൻ പറയും. എന്നിട്ട് ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ,
ഈ കോർത്ത കൈ നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞപ്പോൾ നമ്മൾ എത്ര ദരിദ്രരായിപ്പോയി. മൈനസ് ഈ അടുത്തിരിക്കുന്ന ആളുടെ കരമില്ലെങ്കിൽ നമ്മൾ എത്ര ദരിദ്രമാവുന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വല്ലാത്തൊരു നടുക്കമുണ്ട്. കോർത്ത കൈ അഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ എത്ര ദരിദ്രരാകുന്നു. അതുപോലെ മനുഷ്യരാശി മൈനസ് ജീസസ് എത്ര ദരിദ്രമായി പോയനെ. അപ്പോൾ ലോകത്തിന് വേണ്ടിയുള്ളൊരു ദൂതുണ്ടാവുകയാണ്. സുവിശേഷം അവസാനിക്കുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ ലോകത്തിൻ്റെ അതിരുകളിലേക്ക് ഇങ്ങനെ ഈ പറഞ്ഞ ഉപാധിയില്ലാത്ത സ്നേഹത്തിൻ്റെ ദൂതുമൊക്കെ ആയിട്ട് കുറേ ചെറുപ്പക്കാരുടെ യാനപാത്രങ്ങൾ ഇങ്ങനെ തുഴഞ്ഞു പോവുകയാണ്. വലിയൊരു ചക്രവർത്തി സൃഷ്ടിച്ചിരിക്കുന്ന വലിയ അധികാരത്തിൻ്റെയും വലിയ ഈ പറഞ്ഞ ശക്തിയുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ നിന്ന് കുറേ പാവപ്പെട്ട മനുഷ്യർ അതിനോട് ചേർന്ന് നിൽക്കാതെ അതിനെ നിരസിച്ചുകൊണ്ട് തങ്ങളുടെ യാനപാത്രങ്ങൾ വേറെ ദിശയിലേക്ക് തുഴയുകയാണ്. അപ്പോൾ ഒരു ലോകഭാവനയുടെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ യേശു ചിത്രീകരിക്കപ്പെടുക എന്നുള്ള ഒരു സൂചന കൂടി ഇതിനകത്തുണ്ടാകണം. പിന്നെ ലൂക്ക ഹിസ്റ്റോറിയനാണ്, എനിക്ക് തോന്നുന്നു ലൂക്കയാണ് ഇതിനകത്ത് ഈ ഒരു പശ്ചാത്തലം എഴുതാനായിട്ട് താല്പര്യപ്പെട്ടത്. ഹിസ്റ്റോറിയനായ ലൂക്കായെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ ചരിത്രം ഒരു ഭൂമിയുടെ ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക മൂമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഒരു കെട്ടുകഥയല്ല ഇതെന്നും മനുഷ്യൻ്റെ ഒരു സങ്കല്പ ഭൂമികയാണ് യേശു പറഞ്ഞ കാര്യങ്ങളെന്നൊക്കെ ഉള്ള ആ ഒരു തെറ്റിദ്ധാരണ ഒഴിവാക്കാനായിട്ട് അയാൾ അതിനൊരു ചരിത്രഗതിയിലോട്ട് ഇങ്ങനെ കൃത്യമായിട്ട് വരച്ചു കാട്ടാനായിട്ട് താല്പര്യപ്പെട്ടു. ഇന്നയാളുടെ കാലത്ത് യേശു സംഭവമുണ്ടായി, യേശു ചരിത്രമുണ്ടായി. അപ്പോൾ അങ്ങനെ അനവധിയായ കാരണങ്ങൾ ഈ പറഞ്ഞൊരു സെൻസസിൻ്റെ പശ്ചാത്തലത്തിൽ യേശു രൂപപ്പെടുന്നതിനായിട്ട് പറയുന്നുണ്ട്. പിന്നെ പ്രവചനങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പ്രവചനങ്ങളൊക്കെ ഇങ്ങനെ യേശുവിൽ പൂർത്തിയാകുന്നതാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. അതിനകത്ത് ഈ ഒരു കുഞ്ഞു ദേശത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ബത്ലഹേം. ആ വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ വീടെന്ന. അത് യേശുവിൻ്റെ ഒരു ജീവിത നിയോഗമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൂടിയാണ്. ഇങ്ങനെ ഭൂമിയുടെ എല്ലാത്തരം വിശപ്പുകൾക്കും അപ്പമാകേണ്ട ഒരാൾ പിറക്കേണ്ട ദേശത്തിന് ആ പേരൊക്കെ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതിനകത്ത് ഒരു വല്ലാത്തൊരു ആന്തരികമായൊരു കവിതയുണ്ട്. ലോകത്തിൻ്റെ ബാങ്ക്വറ്റാണ് യേശു. മുഴുവൻ ലോകത്തിൻ്റെയും വലിയൊരു വിരുന്നിൻ്റെ പേരാണ് യേശു. യേശു പിറക്കുന്നത് എവിടെയാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ എപ്പോഴും തർക്കമുണ്ട്. യേശു കാലിത്തൊഴുത്തിൽ പിറന്നതായിട്ട് അങ്ങനെ നമ്മൾ വായിക്കുന്നില്ല. ഒരു പക്ഷേ ആ കാലിത്തൊഴുത്തിലോട്ട് യേശുവിനെ കൊണ്ടുവരുമ്പോൾ ആ യേശുവിനെ പിറന്ന ആ ഉണ്ണി യേശുവിനെ നമ്മൾ പേരൻസ് വെക്കുമെന്ന് പറയുന്നത് ഈ കാലികൾക്കുള്ള തീറ്റ കൊടുക്കുന്നിടത്താണ്, ആ കൽത്തൊട്ടിലാണ്. അതുമൊക്കെ ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചില സൂചനകളൊക്കെ ആയിട്ട് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. യേശു സ്വാഭാവികമായിട്ടും ഈ ആ തണുപ്പുള്ള രാത്രി എന്ന് പോലും നമുക്ക് നിശ്ചയമില്ല. അതൊക്കെ ഒരു നമ്മുടെ ചില പരിഗണനകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെട്ട സങ്കല്പങ്ങളായിരിക്കാം. പക്ഷേ തിരക്കുള്ളൊരു ദേശത്ത് സത്രങ്ങൾ കൊട്ടിയടക്കപ്പെട്ട രാത്രിയിൽ ലോകത്തെ ഏതൊരു നാടോടി സ്ത്രീയും തൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന കണക്ക് പെരുവഴിയിലോ അല്ലെങ്കിൽ ഇടനാഴികളിലൊക്കെ വെച്ച് കുഞ്ഞിന് ജന്മം കിട്ടിയിട്ടുണ്ടാവും. കുഞ്ഞിന് കുറച്ചുകൂടി സുരക്ഷിതമുള്ളൊരിടമെന്ന നിലയിലായിട്ടാണ് ഈ പറഞ്ഞ കൽത്തൊട്ടിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ ഉള്ളതാണ് ഒരു വിചാരം. കാരണം ഈ പശുവിനെക്കുറിച്ചൊക്കെ പറയുന്നത് അങ്ങനെയാണ്. പശു ഒരിക്കലും ഇങ്ങനെ ഒരു അഴുക്കുള്ള ഇടത്തുനിന്ന് ഭക്ഷണം കഴിക്കാറില്ലെന്നാണ് പറയുന്നത്. തൊഴുത്തെന്ന് നമ്മൾ പറയുമ്പോൾ പോലും തൊഴുത്ത് പോലെ എന്നൊക്കെ ഒരു ഒരു ശൈലി ഉപയോഗിക്കുമ്പോൾ പോലും ഏറ്റവും വൃത്തിയുള്ള ഇടത്തിൻ്റെ പേരാണ് തൊഴുത്തെന്ന് പറയുന്നത്. അവിടേക്ക് ഈ കുഞ്ഞിനെ കൊണ്ടുവരുന്നു. ചില പ്രവചനങ്ങളുടെയൊക്കെ ഒരു പൂർത്തീകരണം എന്ന നിലയിലും ഈ പാഠഭാഗത്ത് ഈ ഒരു സൂചനയെ വായിച്ചെടുക്കാവുന്നേ ഉള്ളൂ. പ്രവചനങ്ങൾ, ദൈവത്തിൻ്റെ വഴികൾ ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും കഠിനഹൃദയനായ ഒരു ചക്രവർത്തിയുടെ റെഫറൻസിലുമായിട്ട് ബന്ധപ്പെട്ട് പൂർത്തിയാകുക എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ നമ്മൾ പറയുന്നൊരു കാര്യമില്ലേ, ഈ ദൈവം ഈ വളഞ്ഞ വഴികളിലൂടെയും നേരെ എഴുതും. ചരിത്രം അങ്ങനെയാണെന്ന് തോന്നുന്നു. ഒറ്റനോട്ടത്തിൽ ഇങ്ങനെ വളഞ്ഞതെന്നും ഒറ്റനോട്ടത്തിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിക്കുന്ന കാര്യങ്ങളിലൂടെ നേരെ എഴുതാൻ പറ്റുന്ന ഒരാളുടെ പേരാ ദൈവം. കാരണം ദൈവത്തിന് നേരെ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്തരം അനവധിയായ സൂചനകളിലാണ് ഇങ്ങനെ യേശുവിൻ്റെ പിറവി. അവനവൻ്റെ തന്നെ ആ ഒരു വലിപ്പത്തെ ഒന്ന് ധ്യാനിച്ചാൽ നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നു സെൽഫ് വർത്ത് എന്ന് പറഞ്ഞൊരു കുഞ്ഞു കാര്യം വലിയ ബുദ്ധിമുട്ടാണ്.
ഓരോ ദിവസവും മുമ്പോട്ട് പോകുമ്പോൾ സെൽഫ് വർത്തി ഇങ്ങനെ കൂടുന്നതിന് പകരമായിട്ട് കുറയുന്നതായിട്ടാണ് ഞാൻ എന്നിലും എൻ്റെ പരിസരത്തുമൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ വീട്ടിലൊരു ഓർമ്മ പങ്കുവെക്കാറുണ്ട്. ഇങ്ങനെ അവസാന അപ്പൻ്റെയൊക്കെ ഒരു വാർദ്ധക്യ കാലത്തിൽ ഇങ്ങനെ അപ്പൻ്റെ അധ്യാപകനായിരുന്നു. പെൻഷൻ ഇങ്ങനെ പോസ്റ്റ്മാൻ കൊണ്ടുവരുമ്പോഴേക്ക് അത് വാങ്ങാനായിട്ട് ഭയങ്കര മടി കാണിച്ചു. പലതവണ ഈ തിരിച്ചുവിടാൻ ശ്രമിച്ചു. ഈ പെൻഷൻ മണി ഓർഡറായിട്ട് വരുമ്പോഴേക്കും ഒപ്പിടാനായിട്ട് തയ്യാറാവത്തില്ല. പകരം പോസ്റ്റ്മാൻ്റെ അടുത്ത് പറയും, ഞാൻ എന്ത് ചെയ്തിട്ടാണോ എനിക്ക് ഈ സർക്കാർ ഈ കാശ് തരുന്നത്. അത്രയും വർഷം ഒരു അധ്യാപകനായിരുന്നു, അതിനുള്ള വർത്തുണ്ട്, അതിനുള്ളൊരു സുരക്ഷിതത്വം അയാൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പോലുള്ളൊരു കാര്യം ചിലപ്പോൾ ബോധത്തിലില്ലാത്ത വിധത്തിലുള്ള ചില ബുദ്ധിമുട്ട് ആയിരിക്കാം അത്. അതൊക്കെ ഇപ്പോൾ നമുക്ക് ആ പ്രായത്തിലേക്ക് അടുക്കുമ്പോഴേക്കും അതിൻ്റെ പകർച്ച നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സെൽഫ് വർത്ത് ഇങ്ങനെ ഇല്ലാതെ പോകുമ്പോഴേക്ക് വെറുതെ ഓർത്തോളൂ, അവിടുന്ന് നിങ്ങളെ അനന്തതയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ആ അനന്തതയുടെ തളർപ്പുകളുള്ളത് കൊണ്ട് നിങ്ങളിൽ ആരോപിക്കപ്പെടുകയോ നിങ്ങൾ സ്വയം കണ്ടെത്തി ഇങ്ങനെ കൂനിപ്പിടിച്ചിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കോളങ്ങളിൽ കളങ്ങളിൽ നിങ്ങൾ ഒതുങ്ങുന്നില്ല. പഴയ നിയമത്തിൻ്റെയൊക്കെ ഭാഷയിൽ നിങ്ങളുടെ പാനപാത്രം കവിഞ്ഞൊഴുകയാണ്. സങ്കീർത്തനം നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. അതൊരു ദാവീദിനെ കണ്ടെത്തലല്ല. മനുഷ്യനായി പിറന്ന ഏതൊരാൾക്കും ഇങ്ങനെ കണ്ണുപൂട്ടി കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് അത് ആവർത്തിക്കാവുന്നേ ഉള്ളൂ. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകയാണ്. നിങ്ങളുടെ പാനപാത്രം കവിഞ്ഞൊഴുകുന്ന കണക്ക് നിങ്ങളുടെ കൂടെ പാർക്കുന്നവരുടെ ജീവിതവും കവിഞ്ഞൊഴുകുന്നതാണ് സങ്കല്പിച്ചാൽ നല്ലതായിരിക്കും. ഈ പൊങ്കൽക്കൂടം എന്നൊക്കെ പറഞ്ഞൊരു രീതിയുണ്ട്. ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ ഒരു ആചാരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് അടുപ്പ് വെച്ച് ധാന്യമണികൾ വേവിച്ചെടുക്കുന്ന രീതിയുണ്ട്. മിക്കവാറും നമ്മുടെ ചോറോ കഞ്ഞിയൊക്കെ തന്നെ ആയിരിക്കും. അതിനകത്ത് പ്രത്യേകത വെച്ചെന്നാൽ അടുപ്പണക്കുന്നത് ഈ പാത്രം കവിഞ്ഞൊഴുകുമ്പോൾ മാത്രമാണ്. വീടിൻ്റെയൊക്കെ ഹൗസ് വാമിങ്ങിലൊക്കെ ഗ്രാമങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പാല് തിളച്ച് മറിയുമ്പോൾ മാത്രമാണ്, കവിഞ്ഞൊഴുകുമ്പോൾ മാത്രമാണ് അവർ ഈ സ്റ്റവ് ഓഫ് ചെയ്യുന്നത്. നിങ്ങളുടെ പൊങ്കൽക്കുടം കണക്ക്, നിങ്ങളുടെ പാൽക്കുടങ്ങൾ കണക്ക്, അതിനേക്കാളേറെ കവിഞ്ഞൊഴുകുന്ന ഒരാളാണ് നിങ്ങളെന്നൊരു ബോധമുണ്ടാകുമ്പോൾ നമുക്ക് ഈ മനുഷ്യരോടും റെസ്പെക്റ്റ് ആരംഭിക്കുന്നു. ഞാൻ അടുത്ത കാലത്ത് കണ്ട ഒരു ചിത്രത്തിൽ ഒരു ദാമ്പത്യ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനകത്തെ പെൺകുട്ടി തൻ്റെ പുരുഷനോട് പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ്, നീ ഒരു കാര്യം മറന്നുപോയി. എന്താണത്? എനിക്കൊരു ആത്മാവുണ്ട്, ഹാവ് എ സോൾ. ആ സോളിൻ്റെ കഥയാണ് നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആമേൻ. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.